പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീൽ സർവീസാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് 1:30-ക്കുള്ള ട്രെയിനിനാണ് ഞങ്ങൾ പോകുന്നത്. മധുരയിൽ അത് 9:30-ക്കാണ് എത്തുക. അപ്പോൾ 2 മണി ആയപ്പോഴത്തേനും അവർ ഉച്ചയ്ക്കുള്ള ഫുഡ് കൊണ്ടുവന്നു. ഉച്ചയ്ക്കുള്ള ഫുഡ് വന്ന് ചോറും ചപ്പാത്തിയും ചിക്കൻ കറിയും ദാലും അങ്ങനെയൊക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ഫുഡായിരുന്നു. ഞാൻ ഫുള്ള് കഴിച്ചു. ഞങ്ങൾ 3 പേരുണ്ടായതിൽ പകുതി ആൾക്കാരുടെ ഫുഡ് ഞാനാണ് കഴിച്ചു തീർത്തത്. ദെൻ അതിൻ്റെ കൂടെ അമുൽ ഐസ്ക്രീം. സാധാരണ എനിക്ക് ഐസ്ക്രീം ഒന്നും ഇഷ്ടമല്ല, പക്ഷേ അമുൽ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ദെൻ 4-4:30 ആയപ്പോഴത്തേനും അവർ സ്നാക്സ് കാര്യങ്ങൾ കൊണ്ടുവന്നു, ചായയും സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് മാത്രമല്ല, നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഞാൻ കട്ടൻ ചായയാണ് കുടിച്ചത്. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ എന്തും നമ്മൾക്ക് വാങ്ങിക്കാവുന്ന പാൻട്രി കാറുകളുണ്ട്. ഈ പാൻട്രിയിൽ വർക്ക് ചെയ്യുന്ന പയ്യന്മാരൊക്കെ വളരെ എഫിഷ്യൻറ്റുമാണ്. അവരുടെ ശരീരഭാഷയിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള. ഇപ്പോൾ ഈ പയ്യൻ, അവൻ്റെ പേര് പങ്കജ് എന്നോ മറ്റോ ആണ്. ഞാനവനായിട്ട് സംസാരിച്ചിരുന്നു. 12 മണിക്കൂറാണ് ജോലി. എന്ന് വെച്ചാൽ രാവിലെ അവർ മധുരയിൽ നിന്ന് വരും, ബാംഗ്ലൂർ ഉച്ചയ്ക്കെത്തും, ഉച്ചയ്ക്ക് നേരെ തിരിച്ച് മധുരയിലെത്തും. അങ്ങനെ പിറ്റേ ദിവസം അവർക്ക് ഓഫാണ്. ദെൻ അടുത്ത ദിവസം വീണ്ടും 12 മണിക്കൂർ ജോലി. ഇങ്ങനെയാണെങ്കിലും ട്രെയിൻ വന്നപ്പോൾ ക്ലീൻ ചെയ്യാൻ വന്ന ആ പെണ്ണുങ്ങൾ മുതൽ ഈ കാറ്ററിങ്ങിൽ സെർവ് ചെയ്യുന്ന ഈ ചെക്കന്മാർ വരെ, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വരുന്നവർ വരെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. എല്ലാവരും വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബോഗിയും എല്ലാം വളരെ ക്ലീനാണ്.